all the leaders of LDF on the dais, and my dear sisters and brothers of Todugara. I am very happy to see you waiting for such a long time. I am sorry we are late, but because of the rain, it got delayed. But since you are all waiting with smiling faces, I am sure that our candidate, LDF candidate, is going to win this time from Idiki. വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, അതിനേക്കാളെല്ലാം ഉപരിയായി എനിക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇത്തിരി വൈകിയാണ് ഇങ്ങോട്ട് എത്തിയത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ എല്ലാ മുഖത്ത് ഈ വൈകിയ വേളയിലും നല്ല പുഞ്ചിരി തൂകി നിൽക്കുന്ന മുഖങ്ങളാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്, ഇത്തവണ ഇടുക്കി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് പോകാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെയാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. You know, this is a very important election, a very crucial election for our country. My party, Communist Party of India, Marxist and all LDF partners, we are telling people that it is very necessary to fight against BJP in this election, to fight against the agenda of the BJP, to fight against the guarantees that Modi is giving. What is his guarantee? His guarantee is we will bring CEA, we will bring UCC, we will change the constitution, we will amend the constitution to save our country, to save Kerala. We have to defeat the BJP and defeat their ideology in this election. നോക്കൂ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ തന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അങ്ങനെ ഒരു പോർമുഖത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. BJP എന്താണ് വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ BJPയുടെ നരേന്ദ്രമോദി, അദ്ദേഹം ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ഗ്യാരണ്ടി ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഇപ്പൊ അവസാനമായിട്ട് തന്നിരിക്കുന്ന ഗ്യാരണ്ടി എന്താണ്? ഇവിടെ CAA പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുന്നു, ഇവിടെ UCC ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നു, ഈ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുമെന്നുള്ള ഗ്യാരണ്ടിയാണ് തരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള മതനിരപേക്ഷതയും തച്ച് തരിപ്പണമാക്കുമെന്നുള്ള ഗ്യാരണ്ടി മാത്രമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം സുപ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. BJP leaders, BJP MPs, they have been saying, if we get a big majority, if we get many seats, then we are going to change the constitution. Then we are going to amend the constitution. The secular nature of the constitution will be destroyed. They want to bring Manusmriti into our country. They want to make laws based on Manusmriti in our country. അതായത് BJP നേതാക്കന്മാര് തന്നെ ഇങ്ങനെ തുറന്നു പറയാണ്, അവർക്ക് വലിയൊരു ഭൂരിപക്ഷം കിട്ടിയാൽ, നല്ലൊരു ഭൂരിപക്ഷം കിട്ടിയാൽ അവർ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയെല്ലാം മാറ്റി വെച്ചിട്ട് മനുസ്മൃതി എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ള നയമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് തുറന്നു പറയുന്നു. And that is why, my dear sisters and brothers, you would have seen that in the last 10 years, in all the struggles against BJP, all the struggles against their laws, against their policies, the CPIM, the left has been in the forefront, the red flag has been in the forefront. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷങ്ങൾ BJPക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, പ്രതിഷേധങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ എല്ലാം പോർമുഖത്തിന്റെ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മാത്രമായിരുന്നു അവരുടെ ചെങ്കൊടി ഏന്തിക്കൊണ്ട് ആ ചെങ്കൊടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പോർമുഖത്തിന്റെ മുന്നിലുണ്ടായിരുന്നത്. You know that BJP government has brought the CEA. That CEA means that citizenship in our country now will be linked to religion. This is against our secular constitution. When they brought the CAA, I am very proud that our Chief Minister, Comrade Pinarayi Vijayan, he passed a resolution in the assembly saying, in Kerala, we will not implement CAA, we will not allow CAA to come in Kerala. What did the Congress Chief Ministers do? There were so many Congress governments. What did the Congress Chief Minister say? They said, oh, no come, no come. We will do something. But they did nothing. That is the character of the Congress. നോക്കൂ, പൗരത്വ ഭേദഗതി നിയമം വന്നല്ലോ.
ഇതിന്റെ അജണ്ട തന്നെ പൗരത്വത്തെ മതവുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യയുടെ എല്ലാത്തരം മതനിരപേക്ഷ മൂല്യങ്ങൾക്കും വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പൗരത്വ ഭേദഗതി ബില്ല്. പക്ഷേ എനിക്ക് ഒരു കാര്യം അഭിമാനത്തോടു കൂടി സ്വാഭിമാനം വിളിച്ചു പറയാൻ പറ്റുന്നുണ്ട്. അതായത് ഈ നിയമം നിലവിൽ വന്നപ്പോൾ അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാകില്ലെന്ന് നട്ടല് നിവർത്തി നിന്ന് വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്ന്. അത് നടപ്പിലാകില്ല എന്ന് പാസാക്കിയ റെസൊല്യൂഷൻ പാസാക്കിയ നിയമസഭയാണ് നമ്മുടെ കേരള നിയമസഭ. ഇനി പേരിനെങ്കിലും ഒരുപാട് കോൺഗ്രസ് സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവരെല്ലാം എന്ത് ചെയ്യുകയായിരുന്നു? ഇത് ഉണ്ടായപ്പോഴും ഒരക്ഷരം മിണ്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ അതായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പൊതു സ്വഭാവം ഇവിടെ. The BJP has announced that they will bring uniform civil code. We know what is this uniform civil code. They have brought it in Uttarakhand also. All the minority communities, Adivasis, Dalits, women, they are protesting against uniform civil code. Because what they will do, they will take away all the rights of the minorities. They will take away the rights of tribal and Dalit communities. And also, I must tell you, my dear sisters, we have seen that uniform civil code in Uttarakhand. They are attacking the rights of women. Women will not have the right to choose whom they will marry. Women will not have the right to inherit their family property. This is what they mean by uniform civil code. And it is our party and our LDF which has said we will not allow this kind of uniform civil code in our country. We held big conventions all over Kerala, all over India against UCC, but no other party had the courage to do it. ഇപ്പോതാ ഏകീകൃത സിവിൽ കോഡുമായിട്ട് വന്നിരിക്കുകയാണ്. അത് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം. ഇവിടെ നടക്കുന്നത് ഏകീകൃത സിവിൽ കോഡിൽ എല്ലാത്തരം ന്യൂനപക്ഷങ്ങൾ, ആദിവാസി സമൂഹമാകട്ടെ, ദളിത് ന്യൂനപക്ഷങ്ങളാകട്ടെ, അങ്ങനെ എല്ലാത്തരം മതന്യൂനപക്ഷങ്ങളുടെയും മേൽ കശാപ്പ് ചെയ്യുന്ന, അവരെ അട്ടിമറിക്കുന്ന ഒരു നിയമമാണത്. ഇനി അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മതന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, കൃത്യമായും ഈ ഇന്ത്യ മഹാരാജ്യത്തെ സ്ത്രീ സമൂഹത്തെ കൂടി ബാധിക്കുന്ന ഒരു നിയമമാണ്. കാരണം സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പങ്കാളിയെ, ഇണയെ തിരഞ്ഞെടുക്കാനുള്ള, വിവാഹം ചെയ്യാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ റദ്ദ് ചെയ്ത് കളയുന്നു. അവർക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ റദ്ദ് ചെയ്യുന്നു. ഇത്തരത്തിൽ എല്ലാ മനുഷ്യാവകാശങ്ങളെയും റദ്ദ് ചെയ്ത് കളയുന്ന, കീഴ്മേൽ മറിക്കുന്ന നിയമമായിട്ട് UCC മാറുകയാണ്. ഇപ്പോഴും അത് നടന്നപ്പോഴും അതിനെ അംഗീകരിക്കാതിരിക്കാൻ, അതിനെതിരെ പോരാടുവാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ എന്റെ പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമാണ് മുന്നിലുണ്ടായത്. അപ്പോഴും ഇവിടുത്തെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതേസമയം നമ്മള് നഗരങ്ങൾ തോറും, ഗ്രാമങ്ങൾ തോറും കൺവെൻഷനുകൾ നടത്തി, മീറ്റിംഗുകൾ നടത്തി ഇതിനെതിരെ തുറന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. My dear sisters and brothers, you know that the BJP government, it has attacked the rights of the workers. It has attacked the rights of the farmers. There have been big struggles of workers, big struggles of farmers. And in all these struggles, you would have seen that Chengudi is in the front of all the struggles. ഒരുപാട് മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് BJP കൊണ്ടുവരുന്നത്. ഇവിടുത്തെ കർഷകർക്കെതിരെ, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നു. ഇപ്പൊ തന്നെ രാജ്യം ഏറ്റവും വലിയൊരു കർഷക സമരത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു, അല്ലെ? അങ്ങനെ ഏത് കോണിലേക്ക് നിങ്ങൾ നോക്കിയാലും, ഇവിടുത്തെ കർഷകരെ നോക്കിയാൽ, തൊഴിലാളികളെ നോക്കിയാൽ, അവരുടെ എല്ലാം കൈകളിൽ ഒരു ചെങ്കൊടി ഏന്തിക്കൊണ്ട് ആ ചെങ്കൊടി ഇങ്ങനെ പാറി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ചെങ്കൊടി എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമാണ്. Narendra Modi came to power in 2014 saying he will fight against corruption. He said, I will not allow corruption. Now he has given a guarantee. I am giving guarantee, no corruption. But it has been proved that Narendra Modi is the most corrupt man, the most corrupt politician, the most corrupt prime minister of this country. How was it proved? I want to tell you, we have exposed the whole question of electoral bonds. What is electoral bond? Electoral bond means anybody can go to the State Bank of India. Dawood Ibrahim can go also. Any smuggler, any company, any foreign company, any bogus company can go 5 crores, 10 crores, 50 crores. They can give in the State Bank of India and say this should go to BJP fund. Nobody will ask what is your name, what is your company. That is electoral bond. I am happy to tell you it was CPIM that went to the Supreme Court and challenged this
electoral bond and said, this is destroying democracy. ഈ നരേന്ദ്രമോദി ഒരുപാട് ഗ്യാരണ്ടികളൊക്കെ വന്ന് പറയുന്ന ആളാണല്ലോ. അപ്പൊ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന വർഷം ഒരു വലിയ ഗ്യാരണ്ടി ആയിട്ടാണ് അന്നേ വന്നത്. അതായത് ഒരു അഴിമതി രഹിത സർക്കാർ, ഒരു അഴിമതി വിരുദ്ധ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ വാഗ്ദാനം. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അഴിമതി നമ്മൾ നടപ്പിലാക്കില്ല എന്നെല്ലാം. പക്ഷേ അങ്ങനെ പറഞ്ഞ നരേന്ദ്രമോദിയെ തന്നെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനായിട്ട്, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ കപട മുഖം തുറന്നു കാണിച്ചത്, സാധാരണക്കാർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് CPIM എന്നുള്ള പ്രസ്ഥാനമായിരുന്നു. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഇലക്ടറൽ ബോണ്ട് എന്നുള്ള ചോദ്യത്തിലൂടെയാണ് നമ്മൾ അത് നേടിയെടുത്തതെന്ന്. നോക്കൂ, എന്താണ് ഇലക്ടറൽ ബോണ്ട് എന്നുള്ളത്? അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഏതൊരാൾക്കും, ഏതൊരു ഉഡായിപ്പ് തട്ടിപ്പ് കമ്പനിക്കും ദാവൂദ് ഇബ്രാഹിമിന് വരെ കയറി ചെന്നുകൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതെ, ഒരു രേഖകളും ആവശ്യമില്ലാതെ 5 കോടി രൂപയോ 10 കോടി രൂപയോ 50 കോടി രൂപയോ എല്ലാം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന, കൊണ്ടുപോയി ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഇലക്ടറൽ ബോണ്ട് എന്നുള്ളത്. ആരും നിങ്ങളോട് രേഖകൾ ചോദിക്കില്ല. ആ രീതിയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടപ്പിലാക്കി. പക്ഷെ അപ്പോഴും സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ട് ഈ ഇലക്ടറൽ ബോണ്ടിനെതിരെ, ഈ വലിയ അഴിമതിക്കെതിരെ നിലകൊണ്ടുകൊണ്ട് പോരാടിക്കൊണ്ട് അതിനെ പുറത്തു കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നത്. When we went to the Supreme Court, the judge asked, has CPIM taken money in electoral bond? But we said no. Ours is the only party, only one party that has refused to take money in the electoral bond, and the judge was also very happy. After that, they passed an order. Please give the list. Who has given money? To whom the money has gone? I don't want to give you all the details. I only want to tell you one thing. All the very, very big pharma companies who are making bad medicine, wrong medicine, they have given the most money in this electoral bond. During Corona, these companies made medicine that was killing people. From MP, UP, Bihar, the complaints went to the central government. Please take action. Please stop these medicines. But no action was taken. What happened? The government gave these pharma companies permission to make more medicine. Why? We have found out when the electoral bond information came out. What was the information? All these pharma companies, they gave 10 crores, 15 crores, 50 crores, 100 crores to BJP, and they got the permission to make more bad medicine, to kill more people. Comrades, my dear sisters and brothers, this is the worst kind of corruption. This is the corruption which is murdering people, murdering poor patients, and it is we who have exposed this corruption. It is we who have shown Modi's corrupt face to the whole of India. നോക്കൂ, സുപ്രീം കോടതിയില് ഈ വലിയ പോരാട്ടവുമായിട്ട് നമ്മൾ ചെന്നപ്പോ അവിടുത്തെ ന്യായാധിപൻ നമ്മളോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ പാർട്ടി ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടോ, പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അഭിമാനപൂർവ്വം നമ്മുടെ ലോയേഴ്സിന്, നമ്മുടെ വക്കീലന്മാർക്ക് പറയാൻ കഴിഞ്ഞു, 1 രൂപ പോലും CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കൈപ്പറ്റിയിട്ടില്ല. ആ അഴിമതിക്കറ നമ്മുടെ മേൽ പുരണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റി. ഇനി ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് അങ്ങനെ വിധി വന്നു. ആരൊക്കെ എത്രയൊക്കെ പണം പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വിടണമെന്ന് SBI പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ആ ലിസ്റ്റ്, ആ രേഖകൾ പുറത്തു വന്നപ്പോഴാണ് അതിൽ ഒരുപാട് കമ്പനീസ്, ബ്രിട്ടീഷ് കമ്പനീസും പല പല കമ്പനീസ് എല്ലാം ഉണ്ട്. അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. അതിലെ ഫാർമ കമ്പനീസ്, അതായത് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടായിരുന്നു. ആ കമ്പനികള് വലിയ തുക BJPക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനികളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, കൊറോണ കാലത്ത് മനുഷ്യർ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തത്തിലൂടെ കടന്നുപോയ കൊറോണ സമയത്ത് മോശം മരുന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരെ, കുഞ്ഞുങ്ങളെല്ലാം കൊന്നു കളഞ്ഞ ഒരു കമ്പനിയാണ് ഈ ഫാർമ കമ്പനീസ് എന്ന് പറയുന്നത്. ആ കമ്പനീസ് അടച്ചുപൂട്ടണമെന്ന കാലത്ത് MP, UP അതുപോലെ ബീഹാർ സർക്കാരുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതുമാണ്. പക്ഷെ അപ്പോഴൊന്നും അവരത് നടപ്പിലാക്കിയില്ല. മാത്രമല്ല, അവർക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുത്തു. എന്തുകൊണ്ട് അനുവാദം കൊടുത്തു? അതാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഈ ഫാർമ കമ്പനീസിൽ നിന്നെല്ലാം 5 കോടിയും 10 കോടിയും 50 കോടിയും 100 രൂപ കോടിയെല്ലാം
വാങ്ങി സ്വന്തം കീശയിൽ പോക്കറ്റിൽ ഇട്ട് വെച്ചിട്ടാണ് BJP അഴിമതി നടത്തുന്നത്. ഇതുപോലെ ഒരുപാട് മനുഷ്യരെ കൊന്നുകളയാൻ വേണ്ടി വിട്ടുകൊടുത്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് വെറും ഒരു അഴിമതി മാത്രമല്ല, ഇത് പച്ചയായ കൊലപാതകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ BJP എന്ന് പറയുന്നത്, സംഘപരിവാർ എന്ന് പറയുന്നത് വെറും അഴിമതിക്കാര് മാത്രമല്ല, അവർ കൊലപാതകികളായ അഴിമതിക്കാര് കൂടിയാണ്. My dear sisters and brothers, I want to tell you, this BJP government is the biggest enemy of women. They are supporting, they are protecting all those criminals who are raping women, who are attacking women. I don't want to give you many details. I only want to tell you, you know about the Bilkis Bano case. What happened in the Bilkis Bano case? A 21-year-old woman, she was 4 months pregnant. She was running away with her family members because they were being attacked by BJP people who wanted to harm them, who wanted to kill them. That lady, she was going with her family. Her sister-in-law, she delivered a baby that same day. Bilkis Bano had her 3-year-old child also with her. But the next day, those people, they surrounded them. They raped Bilkis Bano and her mother and her sister-in-law in front of each other, in front of all their relatives. They killed that 3-year-old child, Bilkis Bano's child. They killed that 1-day-old child, her sister-in-law's child. They attacked all of them. They thought they have killed all of them, but Bilkis Bano managed to escape. She came to the camp. We met her in the camp and she said, I will fight. And we told her, yes, we will help you. We will support you. Women of India will help you. നോക്കൂ, BJP സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള സർക്കാരാണ്. അത്രമേൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് BJPയുടെ സർക്കാർ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, പക്ഷെ അതിൽ ഒന്ന് മാത്രം ഞാനിപ്പോ എടുത്തു പറയാം. അത് ബിൽക്കിസ് ബാനു കേസാണ്. BJPയുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ പീഡകരായിട്ടുള്ള, ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീകളെ എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകർക്കും ബലാത്സംഗകർക്കും നിരന്തരമായിട്ട് സഹായം ചെയ്തു കൊടുക്കുന്ന, അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റാണ്, സർക്കാരാണ് BJP സർക്കാർ. അതിന്റെ ഒരു ഉദാഹരണമാണ് ബിൽക്കിസ് ബാനു കേസ്. നോക്കൂ, ബിൽക്കിസ് ബാനു കേസിലേക്ക് നോക്കൂ. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി, 4 മാസം ഗർഭിണിയായിരുന്ന ഒരു കൊച്ചു കുട്ടിയുള്ള ഒരു യുവതിയായിരുന്നു ബിൽക്കിസ് ബാനു. അന്ന് ബിൽക്കിസ് ബാനുവിന്റെ അടുത്തേക്ക് ഈ പറയുന്ന BJPയുടെ ഗുണ്ടകൾ, BJPയുടെ നരാധമന്മാരായിട്ടുള്ള മനുഷ്യർ കയറി ചെന്നുകൊണ്ട്, ആ കലാപത്തിന്റെ എല്ലാം സമയത്ത് കയറി ചെന്നുകൊണ്ട് അവരെ എങ്ങനെയെല്ലാം പൈശാചികമായിട്ട് വേട്ടയാടാമോ അതെല്ലാം ചെയ്തു. അവരുടെ കൂടെ അവരുടെ സഹോദരി ഉണ്ടായിരുന്നു, അവരുടെ അമ്മയുണ്ടായിരുന്നു, അത്തരത്തിലുള്ള സ്ത്രീകളെല്ലാം ഉണ്ടായിട്ട് ബാക്കി പുരുഷന്മാരായിട്ടുള്ള സഹോദരങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയോട് എത്രമാത്രം നീചമായി പെരുമാറുമോ അതെല്ലാം ചെയ്തുകൊണ്ട് അവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി അത്രമേൽ ഉപദ്രവിക്കുകയാണ് ഈ BJPയുടെ തന്നെ നരാധമരായിട്ടുള്ള മനുഷ്യർ ചെയ്യുകയുണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടോ ആ സ്ത്രീ മാത്രം മരിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവർ നമ്മുടെ ക്യാമ്പിലേക്ക് വന്നു. നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ബിൽക്കിസ് ബാനു വിളിച്ചു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഐ വിൽ ഫൈറ്റ്, ഞാൻ പോരാടുമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അവർക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട്, ഒരു വാക്കുണ്ട്, ഞങ്ങളുണ്ട് കൂടെ, ഇന്ത്യയിലെ സ്ത്രീകളുണ്ട് നിങ്ങളുടെ കൂടെ എന്നൊരു വാക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ വാക്കിന്റെ പുറത്ത് അവർ വീണ്ടും പോരാട്ടം തുടരുകയാണ് ഉണ്ടായത്. After 8 years, those criminals were sentenced. After 8 years of struggle. And then what happened, my dear sisters and brothers? On 15th of August 2022, Narendra Modi said from the Red Fort, now women are safe in India. And that same moment, the Gujarat government released those 11 criminals, those rapist murderers. What did the Gujarat government say? They are sanskari Brahmins. That is why we are releasing them. And then Bilkis Bano said, has justice ended in my country? When we heard those words, we felt we must do something. And so we went to the Supreme Court. We fought the case in the Supreme Court. 1.5 years we fought the case. But after 1.5 years, the judges gave their judgment and those 11 criminals had to go back to the jail. That was a victory for the women of India, for all of us. നോക്കൂ, 8 വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പോരാട്ടമായിരുന്നു ബിൽക്കിസ് ബാനുവിന്റേത്. അങ്ങനെ 8 വർഷത്തെ പോരാട്ടത്തിന് ശേഷം ഒടുവില് ആ ക്രിമിനലുകളെ ജയിലിനുള്ളിലേക്ക് വിടുകയായിരുന്നു. പക്ഷേ അതിനെല്ലാം ശേഷം
ഈ കഴിഞ്ഞ 2022 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഒരു സ്വാതന്ത്ര്യദിന പുലരിയാണ്. അന്ന് ചെങ്കോട്ടയിൽ റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ഈ രാജ്യത്തെ ഇന്ത്യയിലെ സ്ത്രീകൾ സർവ്വസുരക്ഷിതരാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറയുകയല്ല, അടുത്ത നിമിഷം തന്നെ അവിടെ ഈ കൊലപാതകികളായിട്ടുള്ള 11 പേരെയും അവിടെ ജയിലിൽ നിന്ന് മോചിതരാക്കിക്കൊണ്ടുള്ള ഉത്തരവും വന്നു. അത് ഗുജറാത്ത് ഗവൺമെന്റ് ആ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ, കോടതി ആ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ പറഞ്ഞത് അവരെല്ലാം സംസ്കാരി ബ്രാഹ്മണന്മാരാണ്, അതുകൊണ്ട് അവരെ പുറത്തയക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഉത്തരവ് ഇറക്കിയതും. ഇത് കേട്ടിട്ട് ഇതിനോട് പ്രതികരിച്ചത് ബിൽക്കിസ് ബാനു പ്രതികരിച്ച ഒരു വാചകമുണ്ട്. അത് നമ്മുടെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു വാചകമായിരുന്നു. ഹാസ് ജസ്റ്റിസ് എൻറ്റർഡ് ഇൻ മൈ കൺട്രി? എന്റെ രാജ്യത്ത് നീതി നിലച്ചു പോയിരിക്കുന്നുവോ? എന്റെ രാജ്യത്ത് നീതി അവസാനിച്ചു പോയിരിക്കുന്നുവോ എന്ന് ആ സ്ത്രീക്ക് ചോദിക്കേണ്ടി വന്നു. ഞങ്ങൾ അപ്പോഴും നിർത്തിയില്ല, പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയി. 1.5 വർഷത്തെ വീണ്ടുമുള്ള പോരാട്ടത്തിന് ശേഷം പിന്നീട് കോടതി വീണ്ടും വിധി നൽകി. ആ പീഡകരെ, ആ കൂട്ടബലാത്സംഗകരെ, കൊലപാതകികളെ അവരർഹിക്കുന്നത് പോലെ തന്നെ തിരിച്ച് ജയിലിലേക്ക് മടക്കണമെന്നുള്ള വിധി വന്നു. അങ്ങനെ ആ ഒരു വലിയ ചരിത്രവിധിയുടെ ഭാഗമാകാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾ ഏറെ അഭിമാനം കൊള്ളുന്നുണ്ട്. After 1.5 years, we could get justice. But what I want to ask you, my dear sisters and brothers, that we have been fighting. CPIM has been fighting, Mahila Association is fighting, CITU is fighting, DYFI, SFI are fighting. But why Congress party is not fighting? Why UDF is not fighting? Last time Kerala elected 19 UDF MPs. 19 UDF MPs went to Delhi. And what did they do in Delhi? Nishabd, quiet. I went to the parliament to see what are my Kerala MPs doing. I saw only Comrade Arif fighting, shouting, Hindi, Malayalam, English. He is fighting in the government. But other MPs, evade poi, biryani karchu poi, payasam par karchu poi. They are not to be seen fighting in the parliament. You go short, huh? അങ്ങനെ 1.5 വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് അന്ന് നീതി ലഭിച്ചത്. നോക്കൂ, അതില് CPIMന്റെ പങ്കുണ്ടായിരുന്നു, DYFIയുടെ പങ്കുണ്ടായിരുന്നു, CITയുടെ പങ്കുണ്ടായിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം നിരന്തരമായിട്ടുള്ള പോരാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മഹിളാ അസോസിയേഷൻ, പരമപ്രധാനമായിട്ട് മഹിളാ അസോസിയേഷന്റെ വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും എന്റെ ചോദ്യം, ഈ സമയത്തെല്ലാം നീതിക്ക് നിരക്കാത്തത് സംഭവിക്കുന്ന സമയത്തെല്ലാം ഈ രാജ്യത്തെ UDF എവിടെ പോയി? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എവിടെ പോയി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മള് നല്ല മിടുക്കന്മാരായിട്ട് 19 പേരെ അങ്ങോട്ട് അയച്ചല്ലോ പാർലമെന്റിലേക്ക്. എവിടെ പോയി 19 പേര്? ഇവിടെ കേരളത്തിലൊക്കെ ഓടി നടന്ന്, ഇടുക്കിയിലൊക്കെ ഓടി നടന്ന് നല്ല നാക്കായിരിക്കും, മിണ്ടാട്ടമായിരിക്കും. പക്ഷെ അങ്ങ് പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാല്, ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാല് കമാ എന്നൊരക്ഷരം മിണ്ടാതെ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന കൂട്ടമായിട്ട് UDF മാറിപ്പോയിരിക്കുന്നു എന്നതാണ് സത്യം. ഞാൻ നേർക്ക് ലോക്സഭയിൽ പോയി നോക്കിയായിരുന്നു എന്താണ് അവിടെ നടക്കുന്നതെന്നൊക്കെ കാണാൻ. പക്ഷെ ഞാൻ പോയി നോക്കിയപ്പോ അവിടെ ആകെ കണ്ടത് നമ്മുടെ സ്വന്തം സഖാവ് ആരിഫിനെയാണ്. ആ മനുഷ്യൻ പറ്റാവുന്നതുപോലെ എല്ലാ ഭാഷ ഉപയോഗിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ അവിടെ ഒന്നും ഈ പറയുന്ന UDF MPമാരെ കണ്ടില്ല. എവിടെ പോയി? ബിരിയാണി കഴിക്കാൻ പോയി, എവിടെ പോയി? പായസം കുടിക്കാൻ പോയി, അങ്ങനെ എവിടെയോ പോയി UDF. My dear sisters and brothers, that is the tragedy of the Congress party. They are not ready to fight against BJP. They are not ready to fight against the policies of the BJP. They are not ready to fight even for the rights of Kerala. Today BJP government is not giving Kerala money. They are keeping the funds of Kerala away from Kerala. Even for that, these Congress people, these UDF people are not ready to fight. But keep it short. ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ട്രാജഡി. ഇപ്പോ അവര് പോരടിക്കുവാൻ, പ്രതിഷേധിക്കുവാൻ, ചെറുത്ത് തോൽപ്പിക്കുവാൻ BJP ചെറുത്ത് തോൽപ്പിക്കാൻ തയ്യാറല്ല. BJPയുടെ നയങ്ങൾക്കെതിരെ, അവരുണ്ടാക്കുന്ന ഈ നിയമങ്ങൾക്കെതിരെ ഒന്നും കോൺഗ്രസ് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് കേരളത്തെ ഇത്രമേൽ ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയെല്ലാം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാമോ അതെല്ലാം നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും BJPയെ ചെറുത്ത് തോൽപ്പിക്കാൻ അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. What is Congress doing? Congress is only OD. Vegam OD. Everyday OD, Modi le OD. Vegam OD. All Congress leaders are running. All Congress leaders are running from Madhya Pradesh, from Uttar Pradesh, from Rajasthan, from Manipur, from Assam, from Arunachal. All are OD.
Very much OD and going to Modi. This is what Congress people are doing. And in Kerala, what are they doing? Padmajam poi, Muralidharan is waiting, Anil Anthony poi, KPCC President Sudhakaran ji, he is on your marks. Ready. Nala poi, Matanala poi, he is also ready. So they are all compromising. They are not ready to fight. Even one Muslim League leader, Abdul Rahman, I think his name, he has also joined BJP and he is their candidate from Malappuram. In whole of India, only one Muslim candidate. He has also gone from Muslim League, OD, going to Modi and getting the ticket. This is their character. This is what they are doing. And we cannot trust them. We cannot hope that they will fight against BJP. കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ഓടി ഓടി വേഗത്തിലോടി മോദിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, MP നോക്കണോ നോക്കിക്കോ, UP, രാജസ്ഥാൻ, മണിപ്പൂർ, ആസാം, ഗോവ, അങ്ങനെ എവിടെയെല്ലാം കോൺഗ്രസ് ഉണ്ടായിരുന്നോ അവിടുന്നൊക്കെ ഓടി ഓടി വേഗത്തിലോടി അങ്ങ് മോഡിയുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ രീതിയിൽ BJPയിലേക്ക് പോയി കൂടണയുന്ന ഒരു കൂട്ടമായിട്ട് കോൺഗ്രസ് മാറിപ്പോയിരിക്കുന്നു. ഇനി തിരിച്ച് കേരളത്തിലേക്ക് വന്നാല് പത്മജ പോയി, പത്മജയുടെ സ്വന്തം മുരളീധരൻ പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ വേണമെങ്കിലും പോവാം. അനിൽ ആന്റണി പോയി. KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, സുധാകരൻ. ഓൺ യുവർ മാർക്സ്, റെഡി ആയിട്ട് നിൽക്കാണ്. ഇന്ന് പോകും, നാളെ പോകും, മറ്റന്നാൾ പോകും, എന്തായാലും പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇനി മുസ്ലിം ലീഗിന്റെ കാര്യം എടുത്താല് മുസ്ലിം ലീഗിൽ നിന്ന് വരെ BJPയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. BJPക്ക് ആകെ മൊത്തം ഇന്ത്യയിൽ ഒരൊറ്റ മുസ്ലിം കാൻഡിഡേറ്റ് ആണ് ഉള്ളത്. അത് മലപ്പുറത്ത് നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോലും മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള ഒരാളായിരുന്നു. ഇത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു ഇവിടുത്തെ കോൺഗ്രസ് എന്നുള്ളതാണ് അവിടുത്തെ സത്യം. നമ്മള് ഈ കോൺഗ്രസിനെ, ഇങ്ങനെയുള്ള കോൺഗ്രസിനെ, ഓടി ഓടി മോദിയുടെ അടുത്തേക്ക് പോകുന്ന കോൺഗ്രസിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. എന്തുറപ്പില് അവരെ ആത്മവിശ്വാസത്തോടുകൂടി വിശ്വസിക്കും? My dear sisters and brothers, I will not take more of your time. I will request you, please go from tomorrow morning, meet your neighbors, meet your friends, meet your relatives and tell them to vote for LDF. Tell them to vote for Hammer, Sickle and Star. Tell them to save Kerala. Tell them to save Kerala model. What is Kerala model? I want to tell you. Government of India has given a report. Every day, 5 crore children in the rest of India, not Kerala, in the rest of India, they are going to sleep hungry. They don't get food. They don't get anything in their stomach. They are going to sleep hungry. And in Kerala, even there are so many problems. Central government is not giving money. Central government is not releasing the fund. They are not allowing Kerala government to take loan. But still, that Cheriyakutti of Kerala, going to the primary school, LDF government is giving them mutta. LDF government is giving them pal. Let me tell you, in North India, the Pavam small children, they have never seen pal. They have never tasted pal. But our LDF government, in spite of all the problems, they are giving pal, they are giving mutta to the small children. We have to save this Kerala model. ഞാൻ നിങ്ങളുടെ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തെ സംരക്ഷിക്കണം, കേരള മോഡലിനെ സംരക്ഷിക്കണം. എന്താണ് ഈ കേരള മോഡല്? നോക്കൂ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഈ ഇന്ത്യ മഹാരാജ്യത്ത് 5 കോടി കുഞ്ഞുങ്ങള് അവരുടെ വയറ്റിലേക്ക് ഒരു തരി ഭക്ഷണം പോലും ലഭിക്കാതെ, ആഹാരം കിട്ടാതെ പട്ടിണിക്ക് കിടക്കുന്ന 5 കോടി കുഞ്ഞുങ്ങളാണ് നമുക്ക് ചുറ്റിനുള്ളത്. ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ. പക്ഷെ ഇങ്ങ് കേരളത്തിലേക്ക് വന്നാലോ, കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കൊച്ചുകുട്ടി, ചെറിയ കുട്ടികള്, പള്ളിക്കൂടത്തിലെ വിദ്യാലയത്തിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് അവൻ പഠിക്കുന്ന സ്കൂളിൽ അവന് മുട്ടയും പാലും കിട്ടുന്നുണ്ടെന്ന് എല്ലാ ദിവസവും. നോക്കൂ, ഈ വടക്കേ ഇന്ത്യയിലൊക്കെ സഞ്ചരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും, അവിടെയുള്ള കുട്ടികൾക്ക്, അവിടെയുള്ള പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് ഈ പാലെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമാണ്. അവർക്ക് പാല് കാണാൻ കിട്ടുന്നില്ല. പാലെന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ രുചിക്കാൻ പോലും കിട്ടാത്ത കുഞ്ഞു മക്കളാണ് വടക്കേ ഇന്ത്യയിലുള്ളത്. അതാണ് കേരളവും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് കേരള മോഡൽ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ബദൽ, കേരള ബദൽ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. In BJP ruled states, 65,000 government schools have been closed.
Children are not getting scholarship. SC children, ST children, Muslim children, they are not getting scholarship. How poor people will send their children to school? And in Kerala, you know, the LDF government has improved the government schools. Now more children are taking admission in government schools. Less children are going in the private schools. This is a record in the whole of India. This is the Kerala model that you have to fight to protect. നമുക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ 65,000-ഓളം വരുന്ന സർക്കാർ വിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടിപ്പോയത്. ആ സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെയും SC/ST വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക്, മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കൊന്നും അവർ അർഹിക്കുന്ന സ്കോളർഷിപ്പ് പോലും ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതും നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തുമ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ, നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ ഇന്ന് എന്ത് മാതൃകയായിട്ടാണ് നിൽക്കുന്നത്? ഇവിടുത്തെ പ്രൈവറ്റ് വിദ്യാലയങ്ങളെക്കാൾ കൂടുതൽ കുട്ടികള് ഇന്ന് ചേരുന്നത് ഗവൺമെന്റ് വിദ്യാലയങ്ങളിലാണ്. ആ നിരക്ക് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് വിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികളുടെ കണക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഒരു വലിയ റെക്കോർഡാണ് കേരള സംസ്ഥാനം രചിച്ചിരിക്കുന്നത്. ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്നതാണ് കേരള മോഡൽ, കേരള ബദൽ. ഇതിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. I'll tell you, in my Tarawad house, there are two ladies who are working there. They are both belonging to the Dalit community. They have cancer. They had cancer. Now they are okay. So I asked them, how did you do your treatment? They said, no problem. We are going from Kutipuram station to Thiruvananthapuram station free with cancer pass. In Thiruvananthapuram, we are going to the government hospital. We are getting chemotherapy. We are getting radiation free. We have been cured and we have come back. I was thinking, in the rest of India, a poor Dalit woman, if she has got cancer, she cannot dream of going to the hospital. She cannot think about going to the hospital. She will go to the ambula. She will pray to get cured, but she cannot go to the hospital. Today in Kerala, my dear sisters and brothers, even if you are poor, you can get treatment. You can get health facility. In the village, there are health facilities. There is palliative care center. District hospitals are there. The LDF government, in spite of all the problems, is still giving good health facility to all the people of Kerala. നോക്കൂ, എന്റെ തറവാട് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ജോലി ചെയ്യുന്ന 2 ദളിത് യുവതികളുണ്ട്, ദളിത് സ്ത്രീകള്. അവർ ക്യാൻസർ പേഷ്യൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ അവരെ കണ്ടപ്പോ അവരോട് ചോദിച്ചു, നിങ്ങള് ബുദ്ധിമുട്ടിയോ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്? കാരണം അവർക്ക് ഇപ്പൊ ക്യാൻസർ ഒക്കെ മാറി. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അവർ പറഞ്ഞതേ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം